ഔദ്യോഗിക വസതിയിൽ കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ജുഡീഷ്യൽ ചുമതലകൾ പിൻവലിച്ചു. സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഈ നടപടി. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതി ഉടൻ നടപടികൾ ആരംഭിക്കും. വിഷയം പാർലമെന്റിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ഉന്നയിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക്, നീക്കങ്ങളിലേക്ക് പോവുകയാണ്. ഇതിൽ അങ്ങേയറ്റം ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ ഒരു അന്വേഷണ സമിതി പ്രവർത്തനം ഏറെക്കുറെ തുടങ്ങിയിട്ടുമുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ബൽറാം? തന്നെ ഈ സംഭവത്തിന്റെ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒട്ടേറെ ചോദ്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സംഭവം നടന്നത് ഈ മാർച്ച് 14 രാത്രി 11:30 പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിച്ചിരുന്നു, ചിത്രീകരിച്ചിരുന്നു ഈ കത്തിയ നോട്ടുകെട്ടുകളുടെ ദൃശ്യങ്ങൾ. എന്നാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ഡൽഹി പോലീസ് ഈ വിവരം അറിയിക്കുന്നത് തൊട്ടടുത്ത ദിവസം വൈകിട്ട് 4:30 17 മണിക്കൂറോളം പോലീസ് ഈ വിവരം മറ്റാരെയും അറിയിച്ചില്ല. കൂടാതെ FIR മറ്റ് യാതൊരു തരത്തിലുള്ള പോലീസ് റെക്കോർഡുകളിലോ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയ വിശദീകരണത്തിൽ ഈ യശ്വന്ത് വർമ്മ നൽകിയ മറുപടി, ഒപ്പം തന്നെ ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട്, ഇവ രണ്ടും പരസ്പര വിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ദുരൂഹതകൾ നിലനിൽക്കെയാണ് സുപ്രീം കോടതി ഒരു 3-അംഗ അന്വേഷണ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു നിർദ്ദേശവും സുപ്രീം കോടതി ശനിയാഴ്ച വൈകിട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ ചുമതലകളിൽ നിന്നും യശ്വന്ത് വർമ്മയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ഇറക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണ സമിതിയുടെ അന്വേഷണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. യശ്വന്ത് വർമ്മ സമീപകാലത്തായി പരിഗണിച്ച കേസ് വിവരങ്ങൾ അടക്കമുള്ളവ ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ യശ്വന്ത് വർമ്മ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവനക്കാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഫോൺ രേഖകൾ, കഴിഞ്ഞ 6 മാസത്തെ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചിരിക്കുന്നു. ഡൽഹി പോലീസ് വഴിയാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. ഇവ പരിശോധിക്കുന്നതിനായി വിദഗ്ധരുടെ സഹായം ഈ ഉന്നത അന്വേഷണ സംഘം തേടും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഫോറൻസിക് വിദഗ്ധരുടേത് അടക്കമുള്ള സഹായം ഈ ആഭ്യന്തര അന്വേഷണ സംഘം തേടുന്നുണ്ട്. രേഖകളും ഒപ്പം തന്നെ മറ്റു വിവരങ്ങളും വിശദമായി പരിശോധിക്കുന്നതിനായി. ഒപ്പം തന്നെ ഈ പോലീസും യശ്വന്ത് വർമ്മയും നൽകിയ മൊഴികളിൽ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റുകളിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ മൊഴികളും ഈ ആഭ്യന്തര അന്വേഷണ സംഘം രേഖപ്പെടുത്തും. വിജയകുമാർ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയം പാർലമെന്റിലും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ബൽറാം സൂചിപ്പിച്ച പോലെ ഇതിലെ ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല. സുപ്രീം കോടതി സമിതി അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് കരുതാം.